പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്ലാൻഡിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഓക്ലാൻഡിൽ രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു പാർക്കിനടുത്താണ്. ഒവേറിക പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ പാർക്കിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. പാർക്കിലേക്കുള്ള വഴികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പല ദിവസങ്ങളിലും പല സ്ഥലങ്ങളിലേക്കാണ് മോർണിംഗ് വാക്ക് നടത്തുന്നത്. ഓക്ലാൻഡിൽ മോർണിംഗ് വാക്ക് നടത്താൻ വളരെ സൗകര്യപ്രദമാണ്. റോഡ് സൈഡുകളിലൊക്കെ ഫുട്പാത്തുകൾ വളരെ വിശാലമായ രീതിയിൽ തന്നെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിലൂടെ മോർണിംഗ് വാക്ക് നടക്കാവുന്നതാണ്. ഇതുപോലുള്ള പാർക്കുകളുണ്ട്, വളരെ സൗകര്യപ്രദമായിട്ട് മോർണിംഗ് വാക്ക് നടത്താം. ഇവിടെ ധാരാളം പേർ എത്തുന്നുണ്ട് മോർണിംഗ് വാക്കിനായിട്ട്. നമുക്ക് കാണാം കുറേ കാര്യങ്ങളൊക്കെ. ഈ പാർക്കും ഇതിൻ്റെ പരിസരങ്ങളുമൊക്കെയാണ് കാണുന്നത്. ഇവിടെ മോർണിംഗ് വാക്കല്ല, ശരിക്ക് രാവിലെ നല്ല ഓട്ടക്കാരാണ് ഇവിടെ കാണുന്നത്. ധാരാളം പേർ ഇവിടെ എത്തുന്നതായി കാണാം. നമുക്ക് പോകാം. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നതൊരു ക്രീക്കാണ്. ഈ അരുവിയിലൂടെ ധാരാളം താറാവുകൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് കാണാം. മത്സ്യങ്ങളുമുണ്ട്. മത്സ്യങ്ങൾ ചിലപ്പോൾ ക്യാമറയിൽ കാണുന്നില്ലായിരിക്കാം. അതുപോലെ സസ്യജാലങ്ങൾ കൊണ്ട് നിബിഡമാണ് ഇവിടെ. നട്ടു വളർത്തിയതും അല്ലാത്തതുമായ കുറേ വൃക്ഷലതാദികൾ ഇവിടെ നമുക്ക് കാണാം. വള്ളിപ്പടർപ്പുകളുണ്ട്. ഇതിലൂടെ ഓട്ടക്കാരായി പലരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടം കൂട്ടമായിട്ട് ഇനി ആളുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് കാണാം. നമ്മൾ രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നത് നടക്കാൻ വേണ്ടിയാണ്. ഇവർ ഓടാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. മിക്കവാറും നല്ല പ്രായമായവർ വരെ നല്ല ഓട്ടക്കാരായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവർ എല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം ഇവിടെ കൂടിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് പാർക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട്. ഒവേറിക പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. ഇവിടേക്ക് നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതിലൂടെ ഒരു പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും 4 കിലോമീറ്റർ യാത്ര കിട്ടും. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ യാത്രയാവും. ഒവേറിക പാർക്കിൻ്റെ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ പ്രവേശിച്ചതേയുള്ളൂ. ഇത് കുറേയധികം വ്യാപ്തിയിൽ അങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഇവിടെ. നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്ന് തന്നെ കാണാം. ആളുകൾ ഓരോരുത്തരായി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂട്ടമായിട്ട് വരാനിരിക്കുന്നതേയുള്ളൂ. പലരുടെയും കയ്യിൽ തങ്ങളുടെ പെറ്റ് ഡോഗ്സും ഉണ്ടായിരിക്കും. നമ്മൾ നടപ്പാതയിലൂടെ നടക്കുമ്പോഴും ഒക്കെ ഈ പെറ്റ് ഡോഗ്സിനെയും കൊണ്ടാണ് ഇവർ വരുന്നത്. രാവിലെ ഇതുപോലെ ഫുട്പാത്തിലൂടെ നടക്കാനിറങ്ങുമ്പോൾ ധാരാളം ഗുഡ് മോർണിംഗും അതുപോലെ തന്നെ നമ്മുടെ നായകൾക്കൊക്കെ വഴി തിരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ താങ്ക് യു കിട്ടി അന്നത്തെ പ്രഭാതം ധന്യമായി തീരും. ആളുകൾ ഫുട്പാത്തിലൂടെ കൂട്ടമായി ഓടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കാലശകളും സംസാരങ്ങളുമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പാർക്കിലെ ഫുട്പാത്തിലൂടെ തന്നെ നമ്മൾ കുറേയധികം ദൂരം ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഈ പാർക്ക് വലിയൊരു പാർക്കാണ്. ഏക്കർ കണക്കിന് ഏരിയയെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു പാർക്കാണ് ഈ ഒവേറിക പാർക്ക്. ന്യൂസിലാൻഡിലെ
പട്ടണങ്ങളോടനുബന്ധിച്ചുള്ള സബർബൻ മേഖലകളിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലുമൊക്കെ പാർക്കുകൾ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. ഗവൺമെൻറ് ചെലവിൽ തന്നെയാണ് ഇത് നടത്തിപ്പോരുന്നത്. അതുപോലെ കായിക വിനോദങ്ങൾക്കും മറ്റുമുള്ള ഇതുപോലുള്ള പ്രോത്സാഹനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒളിമ്പിക്സിലും മറ്റും ഇവരുടെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയുന്നത്. നമ്മുടെ കേരളത്തിലെ 2 ജില്ലകളുടെ ജനസംഖ്യ മാത്രമേ ന്യൂസിലാൻഡിൽ കാണൂ. കേരളത്തിൻ്റെ വ്യാപ്തിയുടെ 7 ഇരട്ടിയോളം വ്യാപ്തിയുള്ള ന്യൂസിലാൻഡിൽ 7-1 ജനസംഖ്യയേ ഉള്ളൂ എന്നുള്ളത് ഓർക്കുക. എന്നിട്ടും ഇവർക്ക് സ്പോർട്സ് രംഗത്ത് നല്ല പുരോഗതിയാണ്. ഈ വ്യായാമത്തിൻ്റെയും ഈ പരിശ്രമത്തിൻ്റെയും ഒക്കെ ഫലമായാണ് ഇവരിത് കൈവരിക്കുന്നത്. നമ്മളുടെയും അവരുടെയും വ്യായാമത്തിൽ മറ്റുമുള്ള വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. ഇതാ റണ്ണേഴ്സിൻ്റെ എണ്ണം കൂടി വരികയാണ്. നമ്മളിപ്പോൾ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓവർഹെഡ് ഫുട്പാത്തിൻ്റെ അടുത്തേക്കാണ്. ഇതിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്നത് ഒരു മോട്ടോർ ഹൈവേ ആണ്. മോട്ടോർ ഹൈവേ എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ പോലെ ഇവിടെ വലിയ പ്രധാന റോഡുകളാണ് മോട്ടോർ ഹൈവേ. ഇതിൻ്റെ അടിയിലൂടെ ഒരു മോട്ടോർ ഹൈവേ കടന്നു പോകുന്നത് കാണുക. മോട്ടോർ ഹൈവേക്ക് മുകളിലൂടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ നടപ്പാലം ശ്രദ്ധിക്കുക. അടിയിലൂടെ മോട്ടോർ ഹൈവേ കടന്നു പോകുന്നതും കാണുക. ഇവിടെയൊക്കെയുള്ള വൃക്ഷലതാദികളും സസ്യശ്യാമളതയും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെ. നോക്കുക, നമ്മൾ മോട്ടോർ ഹൈവേയുടെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അനേകം റണ്ണേഴ്സ് നമ്മളെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കാൽശബ്ദങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രഭാത സവാരിക്കിറങ്ങിയവരുടെ ഒരു അനുസ്യൂത പ്രവാഹം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഒറ്റയ്ക്കും കൂട്ടമായും ധാരാളം പേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നടപ്പാലത്തിലൂടെ. നമ്മൾ ഏകദേശം നടപ്പാലത്തിൻ്റെ മുകളിലേക്ക് എത്താറായി കഴിഞ്ഞു. രാവിലെ ഇവിടെ സവാരിക്കിറങ്ങിയിരിക്കുന്ന ജനങ്ങളെ നോക്കുക. കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, യുവാക്കളുണ്ട്. ഇതുപോലെയുള്ള ആപാലവൃത്തം ജനങ്ങളാണ് ഇവിടെ രാവിലെ സവാരി ഓട്ടത്തിനും നടത്തിനുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ അനുസ്യൂതം ഈ പാലത്തിലൂടെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഓവർ പാത്ത് വേക്ക് അടിയിലൂടെ കടന്നു പോകുന്നത് മോട്ടോർ ഹൈവേ ആണ്. മോട്ടോർ ഹൈവേയിലൂടെ കുതിച്ചു പായുന്ന വാഹനങ്ങളുടെ ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ വിഷ് ചെയ്യാൻ ചില എത്തുന്നുണ്ട്. നമ്മുടെയും ഇവരുടെയും തമ്മിലുള്ള കായിക രംഗത്തെ നേട്ടങ്ങളുടെ വ്യത്യാസവുമായി പരിണമിക്കുന്നത് ഇവരുടെ ഈ സ്ഥിരോത്സവവും കായിക പരിശീലനവുമാണ്. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് കാണാം. ഇതുപോലുള്ള ധാരാളം ഗ്രൗണ്ടുകൾ ഓക്ലൻഡിലും ഹാമിൽട്ടണിലും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്.
ഇവിടെ ഗ്രൗണ്ടുകളുണ്ട്, കളിക്കാൻ ആളുകൾ കുറവാണ് എന്ന് മാത്രം. എപ്പോഴും ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും സ്പോർട്സ് രംഗത്തും വിനോദ രംഗത്തും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പരമാവധി അവർ അത് ഉപയോഗിച്ച് നേട്ടങ്ങൾ കൈവരിക്കുന്നുമുണ്ട്. വവേരിക പാർക്കിൻ്റെ ഒരു ഗ്രൗണ്ടിലെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഇവർ ഓട്ടത്തിന് ശേഷം കൂടിയിരിക്കുന്നത്. വ്യായാമത്തിന് ശേഷം കുറച്ച് വിനോദവും കുശലാന്വേഷണങ്ങളും വിശ്രമവുമൊക്കെ കഴിഞ്ഞ ശേഷം ഇവർ പിരിയുന്നു. ഡെയിലി പുലർത്തിക്കൊണ്ടുപോകുന്ന ആരോഗ്യ വ്യായാമത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഓട്ടവും നടത്തവുമെല്ലാം. ദിവസം ചിട്ടയായി ഇവർ ഇത് അനുവർത്തിച്ചു പോരുന്നു. നമ്മൾ പോയ റോഡിലൂടെയല്ല, അതിന് പാരലായ മറ്റൊരു റോഡിലൂടെയാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. നമുക്ക് ഗ്രൗണ്ടിൻ്റെ മറ്റൊരു വശത്തുകൂടെ പോരുന്നതായി നമുക്കിപ്പോൾ കാണാം. നമ്മൾ പോയ റോഡാണ് ഈ കാണിക്കുന്നത്. തിരിച്ചു വരുന്നത് ഈ റോഡിലൂടെയാണ്. ആദ്യം മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരുന്ന വീടിനടുത്തുള്ള റോഡുകളാണ് ഇത്. പോകുന്നതും തിരിച്ചു പോകുന്നതും ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രഭാത സവാരി നടത്തിയിരുന്ന സ്ഥലമാണ് ഇത്. ഇതിലും പോകുന്നതും തിരിച്ചു പോകുന്നതും കാണാം. റോഡുകളുടെയും സ്ട്രീറ്റുകളുടെയും പേരുകൾ മാപ്പിൽ കാണാവുന്നതാണ്. കാനിങ്ടൺ റോഡിലെ താമസ സമയത്ത് നടന്നിരുന്ന വീഥികളാണ് ഇത്. ഇതാണ് ഒരു നടത്തപാത. കാനിങ്ടൺ റോഡ് വഴി ന്യൂ റോഡ് വഴി വന്ന് സെൻറ് ലീവ്സ് റോഡ് വഴി വന്ന് പോണ്ടിനോയ് റോഡിൽ കൂടെ വീട്ടിലെത്തിച്ചേരുന്നു. മറ്റൊരു നടത്തപാതയാണ്. പോണ്ടിനോയ് റോഡിലൂടെ പോയി ആഷ്കിത്ത് അവന്യൂ, സെൻറ് ലീവ്സ്, ഗ്രേറ്റൺ റോഡ്, കാനിങ്ടൺ റോഡിൽ പ്രവേശിച്ച് വീണ്ടും വീട്ടിലെത്തിച്ചേരുന്നു. ഈ പാതയിലെ ഗ്രേറ്റൺ റോഡിൻ്റെ അടിയിലൂടെ പോകുന്ന മെട്രോ ഹൈവേ ആണ് താഴെ കാണുന്നത്. നടത്തത്തിനിടയിലുള്ള കാഴ്ചയാണ്. സെയിം മെട്രോ ഹൈവേ കാനിങ്ടൺ റോഡിൻ്റെ അടിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ന്യൂസിലാൻഡിനെ പറ്റിയുള്ള 30ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിനോടകം 30 എപ്പിസോഡ് കഴിഞ്ഞു. അതിനെപ്പറ്റിയുള്ളൊരു ഗ്ലിംസ് നമുക്കൊന്ന് നോക്കാം. ഇതിൽ 10 സൗത്ത് ഐലൻഡിലെ എപ്പിസോഡുകളാണ്. അപ്പോൾ ഓരോ എപ്പിസോഡും നോക്കുക. ന്യൂസിലാൻഡിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ മൗണ്ട് വിക്ടോറിയ, ഓക്ക്ലാൻഡ്, മിഷൻ ബേ, ബുക്ക ഫോൾ, ഷോർട്ട് ഓവർ ജെറ്റ്, ഇത് സൗത്ത് ഐലൻഡിലെയാണ്. ടോപ്പോ ലേക്ക്, ഓക്ക്ലാൻഡ് മ്യൂസിയം, ബ്ലൂബെറി, സ്ട്രോബെറി, ലാവൻഡർ ഫീൽഡ്സ്, കൊറോമാൻഡൽ, സ്കൈ ടവർ, ടൗറങ്ക, മോങ്കിനോയ്, റോഡ് റോവർ, ഓക്ക്ലാൻഡ് അക്വേറിയം, സ്കൈലൈൻ, ലിറ്റിൽ വൈപ്പർ, മുറിവായ്. സൗത്ത് ഐലൻഡിൽ ആദ്യം തന്നെ ഗിൽക്രസ്റ്റ് ക്രൈസ്റ്റ് ചർച്ച്, ടോക്കാപ്പോ, ലൂപ്പിൻ ഫ്ലോർസ്, ക്യൂൻസ്റ്റൗൺ, മിൽഫോർഡ് സൗണ്ടിലേക്കുള്ള യാത്ര, ടിയാനാവിൽ നിന്ന് ഗ്ലെനോർക്കിയിലേക്ക്, ക്യൂൻസ്റ്റൗണിൽ നിന്ന് വീണ്ടും ഓക്ക്ലാൻഡിലേക്ക്. ഓക്ക്ലാൻഡിൽ വന്ന ശേഷം അവൻഡെയിൽ സൺഡേ മാർക്കറ്റ്, ബ്ലൂ സ്പ്രിങ്, ഹിൽസ്ബറോ. ഇതിലായ ഏകദേശം 30ഓളം എപ്പിസോഡുകളാണ് ഇതുവരെ നമ്മൾ
അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവ കാണാവുന്നതാണ്. ന്യൂസിലാൻഡിലെ യാത്രകളെ പറ്റിയുള്ള 30 എപ്പിസോഡുകളാണ് ഇതിനകം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 10 എപ്പിസോഡുകൾ സൗത്ത് ഐലൻഡിനെ പറ്റിയും ബാക്കിയുള്ളവ നോർത്ത് ഐലൻഡിനെ പറ്റിയുമുള്ളതാണ്. നേരിട്ട് കണ്ട് മനസ്സിലാക്കിയവയ്ക്ക് പുറമെ കൂടുതൽ റെഫറൻസിനായി വിക്കിപീഡിയ പോലുള്ള ആധികാരിക സൈറ്റുകളെയാണ് ആശ്രയിച്ചത്. ന്യൂസിലാൻഡിലെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റും ഏറെ വിവരങ്ങൾ ലഭിക്കുകയുമുണ്ടായി. ഈ ഒരു അധ്യായത്തിൽ തദ്ദേശീയരിൽ നിന്നും വിദേശീയരിൽ നിന്നും ലഭിച്ച സേവനങ്ങൾ കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് സർവാത്മന സേവനപ്രിയരായ സ്വന്തം മാതാപിതാക്കളോടെന്ന പോലെ നൽകിയ സഹായ സഹകരണങ്ങൾ പ്രത്യേകം പരാമർശനീയമാണ്, കൃതജ്ഞതാപൂർവം സ്മരിക്കപ്പെടേണ്ടതാണ്. ആ കടപ്പാടുകൾക്കുള്ള നന്ദി കേവലം വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല. ഈ എപ്പിസോഡുകൾ ഓരോന്നും അവർക്ക് കൂടി സമർപ്പിക്കുകയാണ്. അവർ നൽകിയ വിരുന്നിനേക്കാൾ വലിപ്പമേറിയ വിശാലമായ മനസ്സുകൾക്ക് ന്യൂസിലാൻഡിലെ കഴിവനുസരിച്ച് പകർത്തിയ ഈ കാഴ്ചകൾ സഹൃദയം അവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ന്യൂസിലാൻഡിലെ 80 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും ന്യൂസിലാൻഡിലെ തന്നെയും ജനങ്ങളുമായി പരിചയപ്പെടാനുള്ള അവസരങ്ങളുണ്ടായി. എന്നാൽ നമ്മൾ മലയാളികളിൽ നിന്നുമാണ് ഏറ്റവും അധികം ഊഷ്മളവും നിസ്വാർത്ഥവുമായ സ്വീകരണങ്ങളും പരിചയപ്പെടലുകളും സഹായ സഹകരണങ്ങളും ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രഭാത സവാരിക്കിടെ ഇടയ്ക്കിടെ കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടെ കാരിങ്ടൺ റോഡിൻ്റെ അവസാനത്ത് മൗണ്ട് ആൽബർട്ട് റോഡ് തുടങ്ങുന്ന ഭാഗത്തുള്ള റെയിൽവേ ട്രാക്കിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇതേ ട്രെയിൻ ആസ്കിത്തേവിലൂടെ കടന്നു പോകുമ്പോഴുള്ള കാഴ്ചയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതാ ഇപ്പോൾ റോഡ് അടഞ്ഞു കിടക്കുകയാണ്. 2 റോഡ് കൊണ്ടുള്ള ഓട്ടോമാറ്റിക് ഗേറ്റുകളാണ് ഇവിടെ കാണുന്നത്. വണ്ടി പോയി കഴിഞ്ഞാൽ ഉടനെ തുറക്കപ്പെടുകയും ചെയ്യുന്നു. പൂർണ്ണമായും ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ് ഈ ഗേറ്റുകൾ വർക്ക് ചെയ്യപ്പെടുന്നത്. ഗേറ്റുകൾ പ്രവർത്തിക്കാനോ മറ്റോ ആരെയും ഇവിടെയും കാണാൻ ഇല്ല. ഇതാ വണ്ടി വരാറായിരിക്കുന്നു. ഉടൻ കടന്നു പോകുന്നതാണ്. സാവധാനത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് കടന്നു പോവുകയും ചെയ്യും. ഇതാണ് പതിവ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.